മണ്ണിടിഞ്ഞ് അപകടം നടന്ന ചെറുവത്തൂർ വീരമലക്കുന്ന് ദേശീയപാത അതോറിറ്റി റീജിയണൽ ഓഫീസർ റിട്ടയർഡ് കേണൽ എ.കെ. ജാൻബാസ് സന്ദർശിച്ചു. മലഞ്ചെരുവിൽ തട്ടുകളുണ്ടാക്കി മണ്ണിടിച്ചിൽ പ്രതിരോധിക്കാൻ റിപ്പോർട്ട് തയ്യാറാക്കി സംസ്ഥാന സർക്കാരിന് നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanjangad, Kozhikode, Koilandi and Kutyadi. വീരമലയിൽ വൻ മണ്ണിടിച്ചിലുണ്ടായതിന് പിന്നാലെ ഇത് രണ്ടാം തവണയാണ് ഉന്നത ഉദ്യോഗസ്ഥർ പ്രദേശം സന്ദർശിക്കുന്നത്. മലയിൽ നടന്ന അശാസ്ത്രീയമായ മണ്ണെടുപ്പിന്റെ ദുരിതം ഇല്ലാതാക്കാൻ ശാസ്ത്രീയമായ മണ്ണെടുപ്പാണ് ഇപ്പോൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. വീരമലയിൽ നിന്നും 30 മീറ്റർ മുതൽ 60 മീറ്റർ വരെ ഭൂമി വിട്ടുകിട്ടിയാൽ തട്ടുകളുണ്ടാക്കി ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന അപകടങ്ങൾ ഒഴിവാക്കാനാകും. ഇതിനായി സ്കെച്ച്, പ്ലാൻ എന്നിവ സഹിതം റിപ്പോർട്ട് തയ്യാറാക്കി സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കും. എന്നാൽ മണ്ണിടിഞ്ഞ ദേശീയപാതയോട് ചേർന്ന 40 ഏക്കർ ഭൂമി വനം വകുപ്പിന്റെ അധീനതയിലാണ്. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് കീഴിലുള്ള ഈ ഭൂമി വിട്ടുനൽകാൻ നിയമപരമായി സംസ്ഥാന സർക്കാരിന് സാധിക്കില്ല. ഭൂമി വിട്ടുനൽകുന്നതിനുള്ള തീരുമാനമെടുക്കാൻ സംസ്ഥാന സർക്കാർ മുഖേന കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് അപേക്ഷ നൽകേണ്ടതുണ്ട്. അന്തിമ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയമാണ്. അതേസമയം ചെറുവത്തൂർ മയ്യിച്ച ദേശീയപാതയിൽ അപകടത്തെ തുടർന്ന് നിർത്തിവെച്ച വാഹനഗതാഗതം പുനഃസ്ഥാപിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.